ഇതെല്ലാം ചെയ്തു തരാന്ന് പറയാലാണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഏതൊരു മോചനവുമില്ല. കഴിവുകെട്ട കുറച്ച് കൗൺസിലർമാരും ജനപ്രതിനിധികളുള്ള നാടായി ഇടക്കൊച്ചി മാറിയിരിക്കുന്നു. ഞാൻ പേടിച്ചു പോയി. പുത്ത വീട്ടുകാർ പോയി വിളിച്ചത്. പുള്ളിയെ 4 മണിയപ്പോ വന്നപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഇത്ര വെള്ളത്തിൽ ഇവിടെ വന്നെ. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ദുരന്ത നിവാരണ സമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണി ഏറ്റെടുത്ത് 1 കൊല്ലം കൊണ്ട് തീർക്കുക എന്നുള്ളതല്ല. റോഡിലേക്ക് ഒരു മരം മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അതിനെ വെട്ടിമാറ്റണം. ഈ കുഞ്ഞുമക്കള് ഈ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വെള്ളത്തിലല്ല വേറെ എവിടെയെങ്കിലൊക്കെ പോയി വെള്ളത്തിൽ ഇറങ്ങാം. ഈ അഴുക്ക് വെള്ളത്തില്, ഈ കയറിവൻ ഈ ഉപ്പ് വെള്ളത്തില്. സ്വരാജ് MLA കൊടുത്ത 4.85 കോടി രൂപ പോലും MLA കെ ബാബു ഇതുവരെ ഈ ഫണ്ട് ഇതുവരെ ഇവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഫണ്ടുമായിട്ട് ഒരു കാരണവും പൂർത്തീകരിച്ചിട്ടില്ല. സ്നേഹമുള്ള ഇടക്കൊച്ചിയിലെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇടക്കൊച്ചി എന്ന പ്രദേശത്തിനോടുള്ള അവഗണന നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഇത്ര രൂക്ഷമായ വേലിയേറ്റം ഈ പരിസരത്ത് വന്ന സമയത്ത് നമ്മൾ പല വിധത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു. ഈ പ്രതിഷേധ പരിപാടികൾ നടത്തിയ സമയത്തൊന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള ഉറപ്പും ലഭിക്കാതിരുന്ന ഒരു സമയത്ത് നമ്മൾ തന്നെ താൽക്കാലിക തടയണ നിർമ്മാണം നടത്താമെന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഡിവിഷൻ കൗൺസിലർമാരുടെ ഒരു ഉറപ്പ് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. 2 ആഴ്ചക്കുള്ളിൽ താൽക്കാലിക തടയണ നിർമ്മിക്കും എന്ന് പറഞ്ഞ്. ഇന്നേക്ക് 28 ദിവസമായി. ഈ 28 ദിവസമായിട്ടും യാതൊരു വിധത്തിലുള്ള നടപടികളും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇടക്കൊച്ചി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ വെള്ളത്തിൽ ഇറങ്ങിക്കൊണ്ട് ഒരു മനുഷ്യ തടയണ നമ്മള് സൃഷ്ടിക്കുകയാണ്. നമ്മുടെ പ്രതിഷേധമാണ്, ഒരു നിവൃത്തിയുമില്ലാത്ത ഈ പരിസരത്തെ ജനങ്ങളുടെ പ്രതിഷേധമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട മാനുവൽ നിക്സനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹം നിറഞ്ഞ ഇടക്കൊച്ചി നിവാസികളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഇടക്കൊച്ചി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിന്റെ ജനകീയ തടയണ എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ജനകീയ സമിതി 2 ദിവസം മുമ്പ് തീരുമാനിച്ചുറപ്പിച്ചൊരു സമരത്തിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ സമരത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി ഇടക്കൊച്ചി ജനകീയ സമിതിയുടെ ജനറൽ കൺവീനറായ ശ്രീ VV ശിവപ്രസാദ് ചേട്ടനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുക. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മളേവരും വർഷങ്ങളായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് ഈ 2 കനാലിലും സ്ലൂയിസ് വരിക എന്നുള്ളത്. 2021 സംസ്ഥാന സർക്കാർ പാസാക്കിയ 4.85 ലക്ഷം കോടി രൂപയുടെ 4.85 കോടി ആ തുകയുടെ പണി ഇന്ന് വരെ ആയിട്ടില്ല. ടെൻഡർ നടപടിയിലേക്ക് പോലും ആയിട്ടില്ല എന്നുള്ളതാണ് സാഹചര്യം. ആ ഒരു സാഹചര്യത്തിലാണ് ഇടക്കൊച്ചി ജനകീയ സമിതി ഒരു താൽക്കാലിക തടയണ വേണമെന്ന ആവശ്യവുമായി നമ്മുടെ കോർപ്പറേഷൻ കൗൺസിലർമാരെ സമീപിച്ചത്. 2025 മെയ് 8-ാം തീയതി, അതായത് കഴിഞ്ഞതിന്റെ മുമ്പത്തെ മാസം 8-ാം തീയതി ഞങ്ങൾ രേഖാമൂലം ജീജ ടെൻസന് ഒരു പരാതി കൊടുത്തു. ഒരു താൽക്കാലിക തടയണ ഇവിടെ വേണം, അതിനുവേണ്ടി സാമ്പത്തിക സഹായം കോർപ്പറേഷനിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1 മാസത്തോളം ഞങ്ങൾ കാത്തിരുന്നു. ജൂൺ 8-ാം തീയതി താൽക്കാലിക തടയണ ജനകീയ സഹകരണത്തോട് ചെയ്യുമെന്നുള്ള പ്രഖ്യാപനമായി ഞങ്ങൾ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. എന്നാൽ അതിന് 2 ദിവസം മുമ്പ് കൗൺസിലർമാർ ഇടപെട്ട് അതിനുവേണ്ടി ദുരന്ത നിവാരണ സമിതിയിൽ നിന്ന് 5 ലക്ഷം രൂപ പാസ്സാക്കിയതായി പ്രഖ്യാപിച്ചു. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ദുരന്ത നിവാരണ സമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണി ഏറ്റെടുത്ത് 1 കൊല്ലം കൊണ്ട് തീർക്കുക എന്നുള്ളതല്ല. റോഡിലേക്ക് ഒരു മരം മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ
അത് എത്രയും പെട്ടെന്ന് അതിനെ വെട്ടിമാറ്റണം. അവിടെയാണ് ദുരന്ത നിവാരണ സമിതിയുടെ പ്രവർത്തനം. 1 മാസമായിട്ട് ഈ പ്രവർത്തിപഥത്തിൽ വരാതിരുന്നത് കൊണ്ടാണ് ഇന്ന് ഒരു ജനകീയ തടയണ സംഘടിപ്പിക്കാൻ ജനകീയ സമിതി തയ്യാറായത്. അതിന്റെ ഒരു സാഹചര്യമാണ് നിങ്ങൾ ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇടക്കൊച്ചി ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാസം ഏകദേശം എല്ലാ ദിവസങ്ങളിലും വേലിയേറ്റമല്ല, വേലിയിറക്കമല്ല, എപ്പോഴും റോഡിലും പരിസര പ്രദേശങ്ങളിലെല്ലാം വെള്ളം കെട്ടി നിൽക്കുകയായിരുന്നു. ഇതിനൊരു പരിഹാരം വേണ്ടേ? നമ്മുടെ നാടിങ്ങനെ അവഗണനയുടെ തീരത്തിലേക്ക് തള്ളിവിടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരത്തിനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. കോർപ്പറേഷൻ പ്രഖ്യാപിക്കുന്നു അടുത്ത ചൊവ്വാഴ്ച പണി തുടങ്ങുമെന്നു. നമുക്ക് കാണാം, അടുത്ത ചൊവ്വാഴ്ച പണി തുടങ്ങണം നിങ്ങൾ. അതിനു വേണ്ടിയിട്ടുള്ള സമരം കൂടിയാണിത്. ചൊവ്വാഴ്ച പണി തുടങ്ങി ഒരാഴ്ചക്കകം അല്ലെങ്കിൽ 2 ആഴ്ചക്കകം ഈ തടയണ കെട്ടി ഇവിടെ വെള്ളം കയറുന്നത് തടയാൻ കഴിയണം. അതിലേക്കാണ് നമ്മൾ ഈ മുന്നോട്ട് വരുന്നത്, ഈ പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യാണ്. നമ്മുടെ പ്രവർത്തകരായി എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്, മീഡിയക്കാരുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ മൈക്ക് അധ്യക്ഷന് കൈമാറാൻ. സ്നേഹം നിറഞ്ഞവരെ, ഇടക്കൊച്ചി ജനകീയ സമിതിയുടെ സമരങ്ങൾക്കെല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇടക്കൊച്ചി ജനകീയ സമിതി കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് ഇടക്കൊച്ചിയിലെ ദുരന്ത പ്രദേശങ്ങളെല്ലാം സന്ദർശിച്ചുകൊണ്ട് ഇടക്കൊച്ചിയുടെ വേലിയേറ്റത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാണാത്ത മന്ത്രിമാരില്ല, ജനപ്രതിനിധികളില്ല, മുട്ടാത്ത വാതിലുകളില്ല. ഈ മുട്ടാത്ത വാതിലും കാണാത്ത മന്ത്രിമാരും എല്ലാവരെയും തന്നെ നമ്മൾ കാണുകയും അതിനുശേഷം 2021 പാസ്സായി എന്ന് പറയുന്ന ഈ കല്ലുകെട്ടിന്റെ നിർമ്മാണങ്ങൾ, 2021 പാസ്സായ കല്ലുകെട്ട്, ആ നിർമ്മാണം ആരംഭിച്ചത് തന്നെ 2025 4 വർഷക്കാലം പിന്നോട്ട് വരുമ്പോൾ 4 വർഷക്കാലം മുന്നോട്ട് വരുമ്പോൾ 2025 മാർച്ച് അവസാനിക്കുമ്പോഴാണ് ഈ കല്ലുകെട്ടിന്റെ നിർമ്മാണമെങ്കിലും തുടങ്ങാനായിട്ട് നിലവിലെ കൗൺസിലർമാർ തീരുമാനിച്ചെന്നുള്ളതാണ്. അത് തീരുമാനിച്ചതിന് ജനകീയ സമിതിയുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ ദുരിതം കണ്ടുകൊണ്ട് നടത്തിയ സമരങ്ങളുടെ എല്ലാം തന്നെ ഫലമാണ് ഇന്നിപ്പോ ഈ കാണുന്ന, നിങ്ങൾ എല്ലാവരും കാണുന്ന ഈ കല്ലുകെട്ട് എന്ന് നാം മനസ്സിലാക്കും. ഇതിനു മുമ്പ് ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു കല്ലുകെട്ട് ഉണ്ടായിരുന്നില്ല. 4 വർഷക്കാലം, ഇപ്പൊ 5 വർഷമാകാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് ഏകദേശം ഇനി 3 മാസം മുന്നിൽ നിൽക്കുമ്പോ ഈ 5 വർഷക്കാലം ഈ ജനപ്രതിനിധികൾ എന്ത് ചെയ്യുകയെന്ന് ചോദിച്ചപ്പോ ആ ചോദ്യത്തിന് മറുപടി ഇല്ലാതെ നിൽക്കുകയാണ്. കാരണം എന്താണ്? കാരണം പറഞ്ഞു നിൽക്കുന്നത് ഇത് കടലാസിൽ ഒതുങ്ങി നിൽക്കുകയാണ്, മേയർ കാശ് തരുന്നില്ല, കോർപ്പറേഷൻ കാശ് തരുന്നില്ല, മറ്റുള്ള ബന്ധപ്പെട്ട ആളുകൾ കാശ് തരുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വരാം, ഈ നാട്ടുകാർ നിങ്ങൾക്കൊപ്പം വരാം. അങ്ങനെ നാട്ടുകാർ അടക്കം ചെന്നുകൊണ്ട് മേയറുടെ ചേംബറിൽ മേയർക്കൊപ്പം ഇരുന്നു കൊണ്ട് ചർച്ച നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ കല്ലുകെട്ട് ഉള്ളതെന്ന് നാം മനസ്സിലാക്കണം. അതല്ലാതെ ഈ കല്ലുകെട്ട് വെറുതെ കൊണ്ടുവച്ചതല്ല, അതാദ്യം മനസ്സിലാക്കണം. ഈ കല്ലുകെട്ടിന്റെ 2022 ഈ കല്ലുകെട്ട് സന്ദർശിക്കുന്ന ഒരു പിക്ചർ കഴിഞ്ഞ കൗൺസിലറുടെ FB പോസ്റ്റ് ഇന്ന് വന്നപ്പോൾ ഞാനടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2022 സ്ലൂയിസ് നിർമ്മിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. 2022 കഴിഞ്ഞു, 2003 കഴിഞ്ഞു, 2024 കഴിഞ്ഞു, 2025 അവസാനിക്കുമ്പോഴും ആ സ്ലൂയിസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടപ്പിലാക്കാതെ വാഗ്ദാനങ്ങൾ മുഴക്കിക്കൊണ്ട് നാട്ടിൽ മുഴുവൻ പത്രങ്ങളിലും മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നുകൊണ്ട് ഞങ്ങളുടെ ഇടക്കൊച്ചിയുടെ എല്ലാ ദുരിതങ്ങൾക്കും സമാശ്വാസം കണ്ടെത്തിയെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന കഴിവുകെട്ട കുറച്ച് കൗൺസിലർമാരും ജനപ്രതിനിധികളുള്ള നാടായി ഇടക്കൊച്ചി മാറിയിരിക്കുന്നു. പാവപ്പെട്ട ജനതയുടെ ദുരിതം പരിഹരിക്കാൻ സാധിക്കാത്ത ഒട്ടനവധി ആളുകളുള്ള ആ പ്രദേശമാണിത്. ഈ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളും സംഘടിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, താൽക്കാലിക സ്ലൂയിസ് എന്ന് പറയുന്ന ഒരു ആശയം തന്നെ ഞങ്ങൾ ജനറൽ കൺവീനർ പറഞ്ഞു, ആ ആശയം തന്നെ ഇടക്കൊച്ചി ജനകീയ സമിതി അവരുടെ മുമ്പിൽ വെച്ചതാണ്. പക്ഷെ ഇപ്പോൾ വരെ കഴിഞ്ഞ ദിവസം ഇന്ന് ഞങ്ങൾ ഈ സമരം നടത്തുമ്പോ ആ സമരത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നൊരു പ്രഹസനം നടത്തിയതാ, ഞങ്ങൾ ഇത് നടത്തി തീർക്കാൻ പോകുന്നു. നിങ്ങൾ നടത്തിക്കോളൂ, ഞങ്ങളുടെ ദുരിതത്തിൽ നിങ്ങൾ കണ്ടുകൊള്ളൂ, നിങ്ങൾ നടത്തി ഇത് അവസാനിപ്പിക്കൂ, ഞങ്ങൾക്ക് സന്തോഷമേ. താൽക്കാലിക ഫണ്ടെങ്കിൽ താൽക്കാലിക ഫണ്ട്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് 4.85 കോടി രൂപ പ്രവർത്തനങ്ങൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ MLA കണക്കമില്ല, മിണ്ടാട്ടമില്ലാത്തൊരു കാലം.
അപ്പോ ഇതെല്ലാം ഇടക്കൊച്ചിയെ തീർത്തും അവഗണിക്കുന്ന തലത്തിലേക്ക് പോകുമ്പോ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഇടക്കൊച്ചി ജനകീയ സമിതി ഇതിന് നേതൃത്വം കൊടുക്കുകയാണ്. ജനകീയ സമിതിയുടെ സമരങ്ങൾക്ക് ഓരോ ആളുകളായിട്ട് ഇപ്പോ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജനകീയ സമിതിയുടെ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ ജനകീയ തടയണ ആരംഭിക്കുകയാണ്. എല്ലാവരും സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ജനകീയ സമിതിയുടെ പ്രതിഷേധം, ജനകീയ സമിതിയുടെ പ്രതിഷേധം. വാക്ക് പാലിക്കൂ അധികാരികളെ, വാക്ക് പാലിക്കൂ അധികാരികളെ. അവസാനിപ്പിക്കൂ അവഗണന, താൽക്കാലിക തടയണ ഉടൻ നിർമ്മിപ്പിക്കുക. എല്ലാരും കയറിയിക്കോ, കല്ലുകളിൽ ഇരുവശത്തായിട്ട് കയറിയിക്കോ. ഹലോ, അതെ, ഇവിടെ നിക്കണവരൊക്കെ ഈ കല്ലിന്റെ മുകളിലൊന്ന് കയറി നിക്കോ, ഈ കൽക്കെട്ടിന്റെ മുകളിലോട്ടൊന്ന് കയറി നിക്കണോ, ഫോട്ടോ എടുക്കാനാ. രണ്ട് സൈഡിലും കൽക്കെട്ടിന്റെ മുകളിലോട്ടൊന്ന് കയറി നിക്കണം ഇവിടെ നിക്കണവരൊക്കെ. ഇടക്കൊച്ചിയുടെ പ്രതിഷേധം, ഇടക്കൊച്ചിയുടെ പ്രതിഷേധം. വാക്ക് പാലിക്കൂ. അരെ നോക്കേണ്ട, പറ്റിക്കാനായി നോക്കേണ്ട, പിന്നെ ജീവിക്കാൻ ഒറ്റക്കെട്ടായി പറയുന്നു. പിറന്ന മണ്ണിൽ ജീവിക്കാൻ ഒറ്റക്കെട്ടായി പറയുന്നു, ഒറ്റക്കെട്ടായി പറയുന്നു. പ്രതിഷേധം, 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 പ്രതിഷേധം. ജനകീയ സമിതി സിന്ദാബാദ്, ജനകീയ സമിതി സിന്ദാബാദ്. പ്രതിഷേധം, 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 പ്രതിഷേധം. ജനകീയ സമിതി സിന്ദാബാദ്, ജനകീയ സമിതി സിന്ദാബാദ്. പോരാട്ടത്തിന് ഇറങ്ങുന്നു, ജനകീയ സമിതി ഇറങ്ങുന്നു, ജനകീയ സമിതി സിന്ദാബാദ്. ഇനിയും ഉറക്കെ, ഇനിയും ഉറക്കെ, ജനകീയ സമിതി സിന്ദാബാദ്. ഇനിയും ഉറക്കെ, ഇനിയും ഉറക്കെ, ജനകീയ സമിതി സിന്ദാബാദ്. ഭയപ്പെടില്ല, നാടുവിടില്ല, അധികാരികളെ ഓർത്തോളൂ. ഭയപ്പെടില്ല, നാടുവിടില്ല, അധികാരികളെ ഓർത്തോളൂ. ജനിച്ച മണ്ണിൽ ജീവിച്ചിടാൻ നിവർത്തി കെട്ടി പ്രതിഷേധം, ജനിച്ച മണ്ണിൽ ജീവിച്ചിടാൻ നിവർത്തി കെട്ടി പ്രതിഷേധം. പാർട്ടിയില്ല, കൊടിയില്ല, ജീവിക്കാനായി പ്രതിഷേധം. പാർട്ടിയില്ല, കൊടിയില്ല, ജീവിക്കാനായി പ്രതിഷേധം. ബണ്ടുകൾ കെട്ടി, തടയണ കെട്ടി ഞങ്ങളെ സംരക്ഷിക്കൂ. ബണ്ടുകൾ കെട്ടി, തടയണ കെട്ടി ഞങ്ങളെ സംരക്ഷിക്കൂ. ജനകീയ സമിതി സിന്ദാബാദ്, ജനകീയ സമിതി സിന്ദാബാദ്. പോരാട്ടത്തിന് ഇറങ്ങുന്നു, ജനകീയ സമിതി ഇറങ്ങുന്നു, പോരാട്ടത്തിന് ഇറങ്ങുന്നു, ജനകീയ സമിതി ഇറങ്ങുന്നു. ഇനി ഉറക്കെ, ഇനി ഉറക്കെ, ജനകീയ സമിതി സിന്ദാബാദ്. ഇനി ഉറക്കെ, ഇനി ഉറക്കെ, ജനകീയ സമിതി സിന്ദാബാദ്. ഭയപ്പെടില്ല, നാടുവിടില്ല, അധികാരികളെ ഓർത്തോളൂ. ഭയപ്പെടില്ല, നാടുവിടില്ല, അധികാരികളെ ഓർത്തോളൂ. സമിതി സിന്ദാബാദ്. വാക്ക് പാലിക്കൂ കൗൺസിലർമാരെ. പറ്റിക്കാനായി നോക്കല്ലേ, പറ്റിക്കാനായി നോക്കല്ലേ. ജീവിക്കാനാണ് ഈ സമരം, പറ്റിക്കാനായി നോക്കല്ലേ. ജീവിക്കാനാണ് ഈ സമരം. കണ്ണു തുറക്കൂ അധികാരികളെ, അവസാനിപ്പിക്കുക അവഗണന. വാക്ക് പാലിക്കൂ സർക്കാരെ, പറ്റിക്കാനായി നോക്കല്ലേ. കണ്ണു തുറക്കൂ സർക്കാരെ, കണ്ണു തുറക്കൂ സർക്കാരെ. പറ്റിക്കാനായി
ഇടക്കൊച്ചിയിലെ ജനത അനുഭവിക്കുന്ന ദുരിതം കാലാകാലങ്ങളായിട്ട് ഈ 5 വർഷത്തിന് ശേഷം ഇത്രയധികം രൂക്ഷമായിട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എല്ലാവരും വെള്ളത്തിലാണ്. വൃശ്ചിക വേലിയേറ്റം എന്ന് പറയുമ്പോഴും വൃശ്ചികം കഴിഞ്ഞു, ധനു കഴിഞ്ഞു, മകരം കഴിഞ്ഞു, കുംഭം കഴിഞ്ഞു, ഇപ്പൊ കർക്കിടകത്തിലേക്ക് വരുമ്പോഴും വേലിയേറ്റം കൊണ്ട് ജനങ്ങൾ ദുരിതത്തിലാണ്. ഈ ദുരിതത്തിനൊരു ആശ്രിത പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മുട്ടാത്ത വാതിലുകളില്ല. ഞങ്ങൾ എല്ലാ മന്ത്രിമാർക്കും, മേയർമാർക്കും, കൗൺസിലർമാർക്കും, MLA അടക്കം ഞങ്ങൾ പരാതി കൊടുക്കുകയും നിരവധി സമരങ്ങൾ നടത്തുകയും സമരങ്ങൾ നടത്തിയതിനു ശേഷം
ആണ് നിങ്ങൾ ഈ കാണുന്ന കല്ലുകെട്ടുകളെല്ലാം തന്നെ തുടങ്ങിയത്. ഈ കല്ലുകെട്ടുകൾ ഈ കഴിഞ്ഞ 3 മാസമായിട്ട് കല്ലുകെട്ടുകൾ വന്നിട്ട് കൗൺസിലർമാരുടെ കാലാവധി അവസാനിക്കാറായി. ഇനി എന്നാണ് ഒരു താൽക്കാലിക തടയണം എന്നുള്ളൊരു ആവശ്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് അതുപോലും തരാൻ ഇതുവരെയായിട്ടും കൗൺസിലർമാർക്ക് സാധിച്ചിട്ടില്ല. ഇതിനു മുമ്പ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കെ ബാബു സ്വരാജ് MLA കൊടുത്ത 4.85 കോടി രൂപ പോലും MLA കെ ബാബു ഇതുവരെ ഈ ഫണ്ട് ഇതുവരെയായിട്ടാണ് ഇവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഫണ്ടുമായിട്ട് ഒരു കാരണവും പൂർത്തീകരിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം MLA മാരും കൗൺസിലർമാരും മേയർമാരും ആരും തന്നെ ഈ പ്രദേശം പോലും സന്ദർശിച്ചിട്ടില്ല. വാഗ്ദാനങ്ങൾ മാത്രമാണ് ഈ നാട്ടിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ. വാഗ്ദാനങ്ങൾ പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾ ഒരുപാടായി ഇവിടെ ഒന്നും നടക്കുന്നില്ല. അവസാന ഘട്ടത്തിൽ എന്നുള്ള നിലക്കാണ് ഞങ്ങളിപ്പോ നിങ്ങൾ ഈ പ്രദേശങ്ങളിലെ വീടുകളൊക്കെ നിങ്ങൾക്ക് സന്ദർശിച്ചാൽ കാണാൻ സാധിക്കും. ഇവിടെയുള്ള തെങ്ങുകളൊക്കെ എല്ലാം മണ്ട പോയി നിൽക്കുകയാണ്, കരിഞ്ഞുണങ്ങിപ്പോയി ഉപ്പുവെള്ളം കയറി. അങ്ങനെ മൊത്തത്തിൽ വീടുകളും നാടുകളും വാഹനങ്ങളും ജനങ്ങളുടെ സമ്പത്തും എല്ലാം തന്നെ നശിച്ചുകൊണ്ടിരിക്കുമ്പോഴും അധികാരികൾ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ ഞങ്ങൾ കണ്ടെത്തിയ മാർഗങ്ങൾ സമരമുറകൾ. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഇവിടെ മനുഷ്യ തടയണ സൃഷ്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. 2 ദിവസം മുമ്പ് തീരുമാനിച്ച സമരമാണ് പ്രതിഷേധ സമരം. ചേച്ചി കൊടുക്കാം. പിടിച്ചേക്ക വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് നമ്മള് ഈ ഇടക്കൊച്ചിയിലുള്ള ഒരുപാട് വെള്ള പ്രശ്നങ്ങളിൽ ഒരു ഏറ്റവും വലിയ പ്രശ്നമാണ് വെള്ളക്കെട്ട് എന്നുള്ളത്. ഇപ്പൊ ഒരു വെള്ളം കയറി ഈ നാടിങ്ങനെ നശിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീടുകളും വാഹനങ്ങളും അങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ഏറ്റവും അവസാന മാർഗം എന്ന നിലയിലാണ് ജനങ്ങൾ പൊറുതിമുട്ടിയതിനു ശേഷമാണ് ജനകീയ സമിതി എന്നുള്ളൊരു സമിതി രൂപീകരിക്കുകയും നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിമാരെയും MLA-മാരെയും അങ്ങനെ ഒട്ടനവധി മാതൃകൾ മുട്ടി. ഇപ്പൊ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വേണ്ടതായിരുന്നു താൽക്കാലിക തടയിണ നിർമ്മിക്കുക. ഞങ്ങളത് ജനങ്ങളുടെ സഹകരണത്തോടെ നിർമ്മിക്കാനായിട്ട് തയ്യാറെടുത്തപ്പോൾ ഇവിടുത്തെ കൗൺസിലർമാര് വാഗ്ദാനം പറയുകയായിരുന്നു അത് ഇറിഗേഷൻ വകുപ്പിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ പെടുത്തിക്കൊണ്ട് ആ ഒരു 5 ലക്ഷം രൂപ നൽകിക്കൊണ്ട് ഈ ഒരു പ്രവർത്തനം അവര് 2 ആഴ്ചക്കുള്ളിൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ട് ഏകദേശം ഇന്നത്തേക്ക് 28 ദിവസം കടന്നിരിക്കുന്നു. നമ്മള് കൂടുതൽ അവഗണിക്കുവാണ് ഇവിടുത്തെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെതിരെയാണ് നമ്മുടെ ഈ ഒരു വെള്ളത്തിൽ ഇറങ്ങിക്കൊണ്ട് ഒരു മനുഷ്യ തടയിണ നമ്മൾ നിർമ്മിക്കുന്നത്. ഇപ്പൊ മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കാത്ത കൗൺസിലർമാരും മറ്റധികാരികളും ഇത് കണ്ടെങ്കിലും ഈ ഇടക്കൊച്ചിയെ പരിഗണിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഈ ഒരു പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തി. ഇത് നിങ്ങൾക്കറിയാം, ഈ ചുറ്റും നിൽക്കുന്ന ആളുകൾ എല്ലാവർക്കും വ്യക്തിപരമായി എത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്ന്. കുട്ടികൾ ഈ കുഞ്ഞുമക്കള് ഈ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വെള്ളത്തിലല്ല വേറെ എവിടെയെങ്കിലൊക്കെ പോയി വെള്ളത്തിൽ ഇറങ്ങാം. ഈ അഴുക്ക് വെള്ളത്തിൽ ഈ കയറിവന് ഈ ഉപ്പ് വെള്ളത്തിൽ ഈ കുഞ്ഞുങ്ങൾ ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾക്കൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു. ടോയ്ലറ്റിൽ പോകാനുള്ള സംവിധാനങ്ങൾ അവർക്കില്ല, വാഹനങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. അപ്പൊ ഒട്ടനവധി പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ഈ വീട്ടമ്മമാരും ഈ സുഹൃത്തുക്കളൊക്കെ ഇവിടെ വന്നു കൂടിയിരിക്കുന്നത്. ഇത് കണ്ട് അവരെ ഇതിനൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങള് ഈ ഒരു താൽക്കാലിക മനുഷ്യ തടയിണ എന്ന മാർഗത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ സമരമുറകൾ കണ്ടും അവർ പഠിച്ചില്ല എങ്കിൽ അടുത്ത സമരമുറകൾ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൊച്ചി ജനകീയ സമിതി രൂപീകരിക്കാനുണ്ടായ കാരണം ഈ വെള്ളക്കെട്ട് മാത്രമാണ്, വേറെ ഒരു കാരണവുമില്ല. ഏകദേശം 5 മാസമേ ആയിട്ടുള്ളൂ ഇടക്കൊച്ചി ജനകീയ സമിതി രൂപീകരിക്കപ്പെട്ടിട്ട്. അതിനുശേഷം പണിഞ്ഞതാണ് ഈ പണി. ഇപ്പൊ 1 മാസമായിട്ടുള്ള ഈ പണി, ഈ കൽക്കെട്ട്, നിങ്ങൾ ഈ കാണുന്ന കൽക്കെട്ടുകൾ 1 മാസമേ ആയിട്ടുള്ളൂ. അതായത് ഈ കൗൺസിലർമാർ അധികാരമേറ്റ് ഉടനെ പാസ്സായ ഫണ്ടാണത്. 34 ലക്ഷം രൂപ. ജനകീയ സമിതി രംഗത്ത് വന്ന് സമരമാർഗങ്ങൾ അവലംബിച്ചപ്പോൾ മാത്രമാണ് ഈ പണി രംഗത്ത് വരുന്നത്. അല്ലെങ്കിൽ പണി ചെയ്യില്ലായിരുന്നു. ഈ കാലാവധി കഴിഞ്ഞ് അവർ പിരിഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ ഓരോ പണിയിലും ഇപ്പൊ ഇടക്കൊച്ചി നടന്നുകൊണ്ടിരിക്കുന്നത് ജനകീയ സമിതിയുടെ പ്രവർത്തന ഫലമായിട്ടാണ്. ഇവിടെ ജനങ്ങളുടെ ജീവന് ഒരു പുല്ല് വിലയാണ് അവർ കൽപ്പിക്കുന്നത്. ദുരന്ത നിവാരണ സമിതിയിൽ നിന്നും 5 ലക്ഷം രൂപ പാസ്സാക്കിയിട്ട് പപ്പടം പഴമ്പ് കൂട്ടി പായസം കൂട്ടി കഴിക്കുന്ന പോലെ ഒരു ലാഘവത്തോടുകൂടിയാണ് നമ്മുടെ കളക്ടറോ അല്ലെങ്കിൽ മേയറോ അല്ലെങ്കിൽ കൗൺസിലർമാരോ പെരുമാറുന്നത്. 1 മാസമായിട്ട് ഒരു പരിഗണനയുമില്ല. ഇപ്പൊ ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കാൻ തയ്യാറായപ്പോഴാണ് വീണ്ടും രംഗത്ത് വരുന്നത്. ചൊവ്വാഴ്ച പണി തുടങ്ങുന്നു. ചൊവ്വാഴ്ച തുടങ്ങുമോ? ഇവിടെ ആർക്കും വിശ്വാസമില്ല. തുടങ്ങിയാൽ പറയാൻ ചൊവ്വാഴ്ച തുടങ്ങുമെന്നുള്ളത്. തുടങ്ങിയാൽ ഇന്ന് തീർക്കും. അതിനുകൂടി മറുപടി പറയണം. ഒരാഴ്ചക്കകം ഈ പണി തുടങ്ങി, ഒരാഴ്ചക്കകം പണി തീർക്കുമെന്നുകൂടി പറയാൻ കഴിയണം. പണി തുടങ്ങി വെച്ചിട്ട് 1 മാസമോ 2 മാസമോ ആയിട്ട് എന്താ പ്രയോജനം? നമുക്ക് എന്താ പ്രയോജനം ഉള്ളത്? നമുക്ക് ഗുണം കിട്ടണം. ജനങ്ങൾക്ക് സമാധാനമായി സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റണം. ഈ സമരം ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നാട് വിട്ട് ഉപേക്ഷിച്ച് പോകാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഞങ്ങൾക്ക് ഇവിടെ തന്നെ ജീവിക്കണം.
ഇതിന് എതിരെ നിൽക്കുന്ന ആരായാലും ശരി അതിനെതിരെ ശക്തമായ പ്രതിഷേധ സമര മുറകൾ ഇനിയും ഉണ്ടാവും. ഇതിനേക്കാൾ ശക്തമായ രീതിയിൽ പ്രതികരിക്കുമെന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. എല്ലാ ഓർഡറുകളും തന്നിട്ട് ഞങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. അത് തന്നെയാണ് ഇവരുടെ ഒരു പ്രതിഷേധത്തിൽ കാരണം. പലതവണ ഇത്തരത്തിൽ അധികാരികൾ ഇവിടെ എത്തി ഉറപ്പ് നൽകിയിരുന്നു. നമ്മൾ ഈ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചാണ് ഇത്ര നാള് മുന്നോട്ട് പോയത്. കഴിഞ്ഞ 2022 നമ്മുടെ കൗൺസിലർ വാഗ്ദാനം നൽകി, ഒരു തിങ്കളാഴ്ച ഇവിടുത്തെ പണി നടപ്പിലാക്കും, ഈ ഫ്ലൂസ് നടപ്പിലാക്കുമെന്ന്. പക്ഷേ ഈ 2022 കഴിഞ്ഞ് 23 കഴിഞ്ഞ് 24 കഴിഞ്ഞ് 25 ആയിരിക്കണം ഇപ്പൊ. ഇന്നലെയും അവർ വാഗ്ദാനങ്ങളുമായി ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചതിന് ഞങ്ങൾ മുന്നോട്ട് പോവില്ല. ഈ പോരാട്ടം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. ഇത്രമാത്രമാണ് പറയാനുള്ളത്. ഞങ്ങൾക്ക് ഈ വെള്ളം കയറാൻ തൊട്ട് വർഷങ്ങളായി ഇവരെല്ലാം ചെയ്തു തരാന്ന് പറയാലാണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഏതൊരു മോചനവും ഇല്ല. ഇപ്പോഴാണ് നമ്മൾക്ക് കൂടുതൽ നമ്മുടെ ഈ ജനകീയ സമിതി അത് രൂപീകരിച്ച് അതിന് വേണ്ട നടപടികളെല്ലാം ചെയ്തതിന് ശേഷം ഇപ്പോൾ എല്ലാ ആൾക്കാരും വന്ന് ഇതിന് സമരം ചെയ്താണ് നമ്മൾ അവരെയും പിന്തുണച്ചു, നമ്മുടെ ജനങ്ങളെയും പിന്തുണച്ചാണ് നമ്മളിപ്പോ ഈ സമരത്തിലോട്ട് നമ്മൾ പങ്കെടുക്കുന്നത്. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ അവിടെ തന്നെ ഇപ്പൊ ഞങ്ങൾക്ക് അംബേദ്കർ റോഡ് ചെയ്യാനായിട്ട് ചെയ്തിട്ടില്ല. വർഷങ്ങളായി ഞങ്ങൾക്ക് കുറച്ച് വീടുകളുണ്ട്, അതിന് 4 വശവും വെള്ളമാണ്, ചുറ്റപ്പെട്ട് കിടക്കണ വെള്ളം. ആ വെള്ളം കയറുമ്പോൾ ഞാൻ വന്ന് റോട്ടിൽ നിൽക്കും. ഞാൻ തന്നെയല്ല, ഞങ്ങളുടെ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും വന്ന് റോട്ടിൽ നിൽക്കണുണ്ട്. കല്ലിടിഞ്ഞിട്ട് ഞങ്ങൾ അതിന് പറഞ്ഞപ്പോ നമ്മുടെ കൗൺസിലർ നമ്മളെ ചീത്ത വിളിക്കണേണ്. അത് ഞങ്ങൾ ചെയ്തു തരൂ, നിങ്ങൾ വെറുതെ വേവലാതിപ്പെടണ്ടെന്നാണ് പറയണത്. എന്തെല്ലാം പ്രശ്നങ്ങൾ ഞങ്ങളുടെ പ്രദേശങ്ങളിൽ ഉണ്ടാകണത്. ഇവിടെ തന്നെ നമ്മുടെ ഈ കമ്പനി പറമ്പിൽ തന്നെ ഇവിടെ നിറയെ വെള്ളം വരുന്നു, ചുറ്റും വെള്ളത്താല് കിടന്ന ആൾക്കാരാണ്. ഇപ്പൊ ഈ കല്ല് കെട്ടത് മാത്രം കൊണ്ട് ഇവരിപ്പോൾ ഇങ്ങനെ കുറച്ച് വെള്ളം കയറാതിരിക്കണ്. എന്നാലും ഞങ്ങളുടെ അവിടുത്തെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഞങ്ങളുടെ അവിടെ ഇന്നും വെള്ളം കയറിക്കൊണ്ടിരിക്കണേ. നേരം വെളുത്ത സന്ധ്യകോളം വെള്ളം കയറണം. പക്ഷെ ഇതിന് നമ്മള് പ്രതികരിക്കാനായിട്ട് വിളിച്ചാലും കുറച്ചു പേരൊക്കെ വന്ന് പ്രതികരിക്കാൻ. നമ്മുടെ റോഡ് ശരിയല്ല, റോഡില്ല, ഞങ്ങൾ അംബേദ്കർ റോഡ് ഇല്ല. കാര്യം പറഞ്ഞ പരുത്തറ കോളനിയാണ് എന്റെ സ്ഥലം. അവിടെ ഞങ്ങൾക്ക് ഈ കല്ല് ഇത് പണിയണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ ചെയ്തിട്ടില്ല.
അത് ചെയ്തു പറയുമ്പോൾ നമ്മുടെ കൗൺസിലർ നമ്മളെ ഭീഷണിപ്പെടുത്തണേണ്. നിങ്ങൾ എന്തിനാണ് ഇതിനു വേണ്ടിയിട്ട് തുനിയണേന്ന്. അപ്പോൾ ഞാൻ വന്ന് ഞങ്ങളുടെ ജനകീയ സമിതിയോട് ഞാൻ പറയും, ഇന്ന പോലെയൊക്കെ എന്നോട് പറയണ്ടെന്ന് പറയുമ്പോൾ ജനകീയ സമിതിയോട് പറയുമ്പോൾ അവരതിനെ പിന്തുണച്ച് ഇപ്പോൾ തന്നെ ഞാൻ കാലത്ത് അറിഞ്ഞ് എല്ലാവരും നമ്മുടെ പിന്തുണയോടുകൂടി എല്ലാവരും വന്ന് ഞാൻ എന്റെ വീട്ടിൽ, എന്റെ തറവാടാണ് ഇവിടെ എനിക്ക് വെള്ളം കാരണം എന്റെ വീട്ടിൽ എനിക്ക് കിടക്കാൻ കൂടി പറ്റണില്ല. 4 വശവും വെള്ളമാണ്. അതിനെന്താണ് നമ്മൾ ചെയ്യണത്? അത് കൊണ്ടിട്ട് നമ്മൾക്ക് ഇവിടെ ഈ പറഞ്ഞ കല്ല് ഈ കല്ലല്ല കെട്ടേണ്ടത്, ഇതിന് മേലെ കൂടി ഇനി കെട്ടാനുണ്ട്. ഇവരിപ്പൊ വെറുതെ ഇങ്ങനെ കെട്ടിയിരിക്കണേണ്. ഞങ്ങള് പറഞ്ഞ ഇത്രയും പൊക്കത്തിൽ കെട്ടണമെന്ന് പറഞ്ഞ അടുത്ത വർഷം ഇതിനെക്കാട്ടും കൂടുതൽ വെള്ളം വരും. അപ്പൊ ആ വെള്ളം വരുമ്പോൾ നമ്മളൊക്കെ മുങ്ങിപ്പോകും. അത് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയണ ഇത്രയും വേണ്ട, ഇതില് ഒരു 2 ഇത് കൂടി നമ്മൾ കെട്ടാൻ പറയണം. പക്ഷെ അത് കെട്ടുമ്പോൾ അതിന് ഫണ്ടില്ലെന്ന് പറയും. ഞങ്ങൾ എല്ലാ സ്ഥലത്തും പോയി, മേയറിന്റെ അടുത്ത് പോയി, MLA അടുത്ത് പോയി, എല്ലാ സ്ഥലത്തും പോയിട്ട് നമ്മൾക്ക് ഇന്നുവരെ അത് പ്രതികരണമോ കിട്ടിയിട്ടില്ല. നമ്മള് വെറുതെ ഇല്ലേ പട്ടികളെ പോലെ നമ്മൾ ഇവിടെയുള്ള ഈ പരുത്തിത്തറ കോളനിയും ഈ കമ്പനിപ്പറമ്പ് കോളനിയും ഈ കോളനിയും എല്ലാം നമ്മൾ അങ്ങനെയാണ് അവരാക്കി തീർക്കണത്. അതിന് നമ്മളിപ്പോ എന്ത് ചെയ്യും? ഞങ്ങൾ സമരം തന്നെ നടക്കും. ഞങ്ങൾ ഈ സമരത്തിൽ തന്നെ ഞങ്ങൾ പങ്കെടുത്ത് ഈ സമരം വിജയിപ്പിക്കണ വരെ ഞങ്ങൾ ഈ സമരത്തിൽ ഞങ്ങൾ എല്ലാവരെയും പിന്തുണച്ച്, ഇനി ഇതല്ല സമരം, ഇനി വരാൻ പോണേള്ളു. ഇനി 10,000 പേര് കൂടി വരാനുള്ള സമരം ഉണ്ട് ഇതില്. ഒറ്റണത്തിന് ഞങ്ങൾ വിടില്ല, 2 കൗൺസിലർമാരെ ഞങ്ങൾ വിടൂല. ഇങ്ങനെ റോഡ് വെച്ചോണ്ടിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ തന്നെ നോക്ക് എന്താ ഇവിടെ കെട്ടിയിരിക്കണത്. അതുകൊണ്ട് ഞങ്ങൾ ഈ സമരം പിന്തുണക്കും. ബാത്റൂം കൂടെ പട്ടണിയിലെ പിള്ളേർ കൂടെ നിക്കാൻ കൂടെ പറ്റുള്ളൂ. കോഴിക്കോട് കൈവേദന എടുക്കണമോ കഞ്ഞി വെക്കാൻ കൂടെ നിക്കാണ്, കഞ്ഞി വെക്കാൻ വെള്ളം കയറാൻ എനിക്കില്ല ഭർത്താവില്ല, ആരുമില്ല, മകളുണ്ട്, കൈ പാടില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പത്തെ വെള്ളം ചുറ്റു വെള്ളം മോനെ ഇത്ര വെള്ളമാണ് ഇവിടെ. കല്ലൊക്കെ മുമ്പ് പോയി ഈ തൈതൊക്കെ തിന്ന് ഇത്ര വീട്ട് വെള്ളമാണ്, നിക്കാൻ പറ്റില്ല. ഞാൻ പേടിച്ചു പോയി. പുറത്തെ വീട്ടുകാർ പോയി വിളിച്ചതാണ്. പിള്ളേർ 4 മണിയപ്പോ വന്നപ്പോ ഞാൻ നിങ്ങൾ വന്നപ്പോ ഇത്ര വെള്ളത്തിൽ ഇവിടെ വന്നതാണ്. പിള്ളേർ കൂടെ ഇന്ന് മകൻ ഫോൺ ചെയ്ത അമ്മ ഞാൻ വരാൻ നിൽക്കമ്മ. 2 കൊച്ചുങ്ങൾ പഠിക്കാൻ പോയി തിന്നു ചായ കൂടെ തണുക്കാൻ പറ്റില്ല. പിള്ളേർ 2 പേര് കരിഞ്ഞു പോയ പല്ലിക്ക് പിഞ്ചു പൊട്ടു. കൊച്ചുങ്ങൾ പറഞ്ഞ അമ്മാളും കറിയെല്ലാം കൊണ്ട് കൊച്ചുങ്ങൾ ആൺകൊച്ചു 2 പെൺകൊച്ചു. അവർക്ക് അമ്മ പോകുന്ന അമ്മ ജോലിക്ക് പോയി വന്നപ്പോ അമ്മ ഞാൻ എന്ത് ചെയ്യും, അമ്മ ഞാൻ കൊച്ചവിടെ കരഞ്ഞ മകനെ കൂടെ കരഞ്ഞതാണ്. കൈ പാടില്ല. ഇത്രയൊക്കെ പറയാൻ എത്രയും വേഗത്തിൽ ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരണം ഞങ്ങൾക്ക്. ഞങ്ങളുടെ വീടിന് ചുറ്റും തന്നെ പ്രദേശങ്ങൾ മുഴുവനും വെള്ളത്തിലാണ്ട് കിടക്കുകയാണ്. അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അതിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് ഞങ്ങൾക്ക്. ഇതിൽ രാഷ്ട്രീയമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്തില്ല. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ അവർ കൗൺസിലർമാർ ഇടപെട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരണം. അതാണ് വേണ്ടത്. അവർക്ക് പറ്റില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും അത് വിട്ടുകൊടുത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരണം. അതാണ് എനിക്ക്. താൽക്കാലിക ഫണ്ട് 2 ആഴ്ചക്കുള്ളിൽ നിർമ്മിക്കുമെന്ന് 28 ദിവസം മുമ്പ് നമുക്ക് ഉറപ്പ് തന്നതാണ്. എന്നാൽ ഇന്ന് 28 ദിവസമായിട്ടും പാലിക്കാത്തത് കൊണ്ട് ഇടക്കൊച്ചി ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജനവഞ്ചനക്കെതിരെ ജനകീയ തടയണ തീർക്കുകയാണ് ഇന്നിവിടെ. ഈ തടയണ തീർക്കുന്നതിന് ഭാഗമായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ആദ്യമേ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതിന്റെ അധ്യക്ഷപദം അലങ്കരിച്ച ശ്രീ മാനുവൽ നിക്സനെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇവിടെ സംസാരിച്ച ജനറൽ കൺവീനർ VV ശിവപ്രസാദ് അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാധ്യമ